നമസ്കാരം. ആരണ്യ വിഷൻ ടി വിയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നിൽക്കുന്ന ഈ വിശാലമായ ഈ പ്രദേശം പത്തനംതിട്ട ജില്ലയിലെ കൊമ്പൻപാറ എന്ന സ്ഥലമാണ്. ഇത് വകയാറിൽ നിന്ന് വേണ്ട ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ കൊമ്പൻപാറയിലേക്ക്. നമുക്ക് നോക്കാം, ഈ പ്രകൃതി ദൃശ്യങ്ങളൊന്ന് നോക്കാം. എത്ര മനോഹരമാണ് ഈ പ്രകൃതി ദൃശ്യങ്ങൾ എന്ന് നോക്കുക. ഈ മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് പത്തനംതിട്ട ചുട്ടിപ്പാറ വരെ കാണാം. കിഴക്കോട്ട് അങ്ങനെ ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അങ്ങ് അകലെ കാണാം, നമ്മുടെ കോന്നിയിലെ മെഡിക്കൽ കോളേജ് അങ്ങ് അകലെ കാണാം. ഇവിടെ ആൾക്കാർ വന്ന് ഇവിടുത്തെ നിവാസികൾ ഇവിടെ പൂജ നടത്താറുണ്ട്. അതുപോലെ തന്നെ വലിയ ഉത്സവം ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ മുറുക്കാൻ വെച്ചതിന് ശേഷമാണ് ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഓരോ ജോലിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഈ കൊമ്പൻ പാറയെക്കുറിച്ച് ഈ സ്ഥലവാസിയായ വകയാർ സുരേഷ് നമ്മളോട് സംസാരിക്കും. നമസ്കാരം. കൊമ്പൻ പാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊമ്പൻ പാറയിലെ അപ്പൂപ്പൻ എന്നാണ് ഇവിടുത്തെ സങ്കല്പം. ഇവിടെ വിശ്വാസികൾ വന്ന് മുറുക്കാൻ വയ്ക്കാറുണ്ട്. അതോടൊപ്പം കർപ്പൂരം കത്തിക്കും, സാമ്പ്രാണി തിരിവെക്കും, വിളക്ക് കത്തിക്കും. എല്ലാവർക്കും, ഈ പ്രദേശവാസികൾക്കെല്ലാം നല്ല വിശ്വാസമുള്ള ഒരു അപ്പൂപ്പനാണിത്. ഈ കൊമ്പൻപാറ, ഈ അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അത് എളപ്പുപാറ ക്ഷേത്രമാണ്. അവിടെ ഉത്സവം ഈ ഫെബ്രുവരി 7-8 തീയതിയിൽ നടക്കുന്നതാണ്. മല ദൈവത്തിൽപ്പെട്ട അപ്പൂപ്പനാണ് ഇവിടെ ഉള്ളത്. ഈ പ്ലാന്റേഷനിലുള്ള തൊഴിലാളികൾ ഒക്കെ ഇവിടെ വന്ന് മുറുക്കാൻ വെച്ചിട്ടാണ് പോകുന്നത്. സാധാരണയായി വനത്തിലൊക്കെ എന്തെങ്കിലും തൊഴിൽ തുടങ്ങുമ്പോൾ മുറുക്കാൻ വയ്ക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ വന്ന് എല്ലാവരും മുറുക്കാൻ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. നമുക്കിനിയും ഇതിൻ്റെ ഓരോ പ്രദേശത്തിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ സ്ഥലങ്ങളുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത കണ്ടെത്തിയത്, ഇതൊരു വിശാലമായ പാറയാണ്. ഈ പാറയിൽ ഒരു കുളമുണ്ട്. കുളമല്ല, ഒരു ചെറിയ ചാല. അവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റുകയില്ല. ഇപ്പം നമ്മൾ നല്ല ശരിക്കും ഇവിടെ നല്ല ഉണങ്ങിയ വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. പക്ഷേ നോക്കുക, ഇവിടുത്തെ വെള്ളം പറ്റത്തില്ല. ഈ വെള്ളം വറ്റത്തില്ല. ഈ വെള്ളം വറ്റത്തില്ല. ഇങ്ങനെ വറവായാലും വരണ്ടാലും ഇവിടെ വെള്ളം വറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും വെള്ളമുണ്ട്. ഇവിടെ വളരെ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടൊരു പ്രദേശം കൂടിയാണ്. കാരണം നമുക്ക് അറിയാൻ പറ്റാത്ത പോലുള്ള വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങളുണ്ട് സർ. വിവിധ തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. വനത്തിൽ കാണാത്ത പല മരങ്ങളും ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ തന്നെ വന്യജീവികൾ, അതായത് ചെറിയ കേഴ അതുപോലെ ചെറിയ കൊച്ചു മൃഗങ്ങളും ഈ വനത്തിൽ, ഈ മ്ലാവുണ്ട്, ഈ വനത്തിലുള്ളതായിട്ട് മ്ലാവുണ്ട്. ഇവിടെ മ്ലാവുണ്ടോ ഇല്ലെന്നുള്ള കാര്യം സൂക്ഷ്മം പറയാൻ കഴിയില്ല. ഉണ്ട് എന്ന് പറഞ്ഞ് യാദൃശ്യമായിട്ടെങ്ങാണ് ഇതിനെ വന്നു പോകുക എന്നുള്ളതാണ് അതായിരിക്കും സത്യം. എന്നാലും ചെറിയ മൃഗങ്ങൾ, കാട്ടുപന്നി, ചെറിയ മറ്റു മൃഗങ്ങളും
കാട്ടുമുയൽ, അങ്ങനെയുള്ള ധാരാളം പക്ഷികളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പക്ഷികൾ ഈ പ്രദേശത്തുണ്ട്. അങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള ഈ പ്രദേശം. എന്തായാലും നമ്മുടെ ഈ പ്രകൃതിയുടെ ഓരോ വിവിധങ്ങളായിട്ടുള്ള ദൃശ്യങ്ങൾ, അതിമനോഹരമായ ദൃശ്യങ്ങൾ, നമ്മൾ ഓരോന്നിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അത്ഭുതകരമായ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇവിടെ തന്നെ ഇലകൊഴിയും മരങ്ങൾ ധാരാളം കാണാം. ഇലകൊഴിയും മരങ്ങളുമുണ്ട്, ഇലകൊഴിയാത്ത മരങ്ങളുമുണ്ട്. മരുതി പോലുള്ള മരങ്ങൾ ഇലകൊഴിയും, ഇല കൊഴിയാത്ത മരങ്ങൾ ധാരാളം, വള്ളിപ്പടർപ്പുകളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ഈ മലയുടെ മുകൾ ഭാഗം. അപ്പോൾ വൈകുന്നേരമാറ്റി ഏറ്റവും രസകരമായ ഒരു രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ വരാൻ സൗകര്യവും അല്പം പ്രയാസമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കയറി വരാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു താഴെ ഇതിൻ്റെ ഏതാണ്ട് 2-3 കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് സൗകര്യമായി വാഹനം വരാൻ പറ്റൂ. അതിനുശേഷം വലിയ നടന്നു വേണം, അല്ലെ അത് വളരെയധികം ദുർഘടമായിട്ടുള്ള വഴികൾ. ഇവിടെ വരെ എത്തിച്ചേരാൻ വലിയ പ്രയാസമുള്ള ഒരു സ്ഥലമാണിത്. എന്തായാലും അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരാം. ഈ പ്രദേശത്ത് വൈകുന്നേരമോ അല്ലാത്ത സമയത്ത് വന്ന് ഈ പ്രകൃതി ദൃശ്യം ആസ്വദിക്കാം. അതുപോലെ തന്നെ അപ്പൂപ്പനോട് വിശ്വാസമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. ഞങ്ങളിനി താഴേക്ക് ഇറങ്ങുകയാണ്. വലിയ പ്രയാസമാണ് താഴേക്ക് ഇറങ്ങിപ്പോകാൻ. കാരണം പാറയുടെ പുറത്തൂടെയൊക്കെ നടന്ന് വേണം പോകാൻ. കരിയില തെറ്റിപ്പോകാൻ, കരിയിലയും കിടപ്പുണ്ട്. എന്നിരുന്നാലും നമുക്ക് അല്പം കഷ്ടപ്പെട്ടാലും നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം. അപ്പോൾ കുറേ അല്പം ദൂരേക്ക് നമുക്ക് പോകാനുണ്ട്, അല്പം കൂടി നടക്കാനുണ്ട്. പക്ഷേ ഈ പോകുന്ന പ്രദേശത്തൊക്കെ ധാരാളം ജൈവവൈവിധ്യമുള്ള സ്ഥലമാണ്. ധാരാളം മരങ്ങളും വള്ളിപ്പടർപ്പുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല സസ്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഇവിടെയൊന്നും ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏരിയ ആണ്. ഇവിടെ ഇതൊരു വലിയ പാറ, ഒപ്പം തന്നെ ഒരു വനത്തോട് ഉപമിക്കാവുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾതാമസമൊന്നും ഇല്ല. പുല്ലാഞ്ഞി പുല്ലാഞ്ഞി എത്ര പുല്ലാഞ്ഞി വെട്ടുന്നത് എങ്ങനെയാ? ആദ്യം മേൽഭാഗത്ത് വെട്ടും, പിന്നെ താഴ്ഭാഗത്ത് വെട്ടി വേണം. നല്ല ഒറ്റ വെട്ടിന് മുറിയണം. അങ്ങനെ ആ വെള്ളം ചരിച്ച് വെട്ടണം. അങ്ങനെയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. വെള്ളം ഇല്ലാത്തടത്ത് പോയാലേ പുല്ലാഞ്ഞി വെട്ടി വെള്ളം കുടിക്കാം. ഇതെല്ലാം പുല്ലാഞ്ഞിയായി കിടക്കുന്ന മൊത്തം. ഈ കിടക്കുന്നതെല്ലാം പുല്ലാഞ്ഞിയാണ്. ചക്കക്കുരു വെക്കുമ്പോഴേ അത് ശരി. ഇപ്പം ഇതെന്ത് മരമാണെന്നറിയത്തില്ലല്ലോ. ഇതെന്ത് മരമാണെന്ന് നമുക്കറിയില്ല. ഇതെല്ലാം നിറയെ കായുണ്ട്. ഇത് നിറയെ കായുണ്ട്. പക്ഷെ അത് എന്താണെന്നറിയത്തില്ല. നോക്കാം, കായ എടുത്ത് നമുക്ക് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം എന്ത് മരമാണ്. അത് ഇലയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ടൊരു എനിക്ക് പറയാൻ പറ്റൂ. ഇലയുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്നതായിരിക്കും. ഇലയില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം. പാറപ്പുറത്തൊക്കെയുള്ള ചില സസ്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാറ ഓന്തുണ്ട്. ഇവിടെ ധാരാളം പാറയോന്തുണ്ട്. അതുകൂടി പോന്നെയുണ്ട്. പാറയുടെ പുറത്ത് വിശാലമായ ഒരു ആൽമരം. ഏരിയ മുഴുവൻ അത് കവർ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു ആൽമരം. ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത, ആൽമരം ഒരു വാണിക്കൽ സ്പീഷീസാണ്. കാരണം ആൽമരത്തെ ധാരാളം പക്ഷികളും മറ്റ്
ജീവികളും എല്ലാം ആശ്രയിക്കുന്ന ഒരു മരമാണ് ആൽമരം. അങ്ങനെ അതിന് ആൽമരം ഒരു പ്രത്യേക ആനിക്കൽ സ്പീഷീസ്, കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയാം ആൽമരത്തെ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നതാണ് ഈ ആൽമരം. ശരി. പണ്ടൊക്കെ ഈ അപ്പൂപ്പൻ താടി ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലത്തെ നമ്മളിങ്ങനെ പറത്തി കളിക്കുമായിരുന്നു. അതാണ് ഒന്ന് പറത്ത് വിട്ട് പറപ്പിച്ച് പോകുന്നു. അപ്പോൾ അതിൻ്റെ അറ്റത്തൊരു വിത്തുണ്ട്. ആ വിത്ത് പറന്നു പോയി വിത്ത് വിതരണം നടത്താൻ ഈ പ്രകൃതി അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വിത്ത് വിതരണം എങ്ങനെ നടക്കുമായിരുന്നു? അത് കാറ്റിലിങ്ങനെ പറന്നു പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയി വീഴും പറഞ്ഞ് ആ സസ്യത്തിന് മുളയ്ക്കാൻ പറ്റും. ഇത് ഇതുകൊണ്ട് ആ വള്ളിയിലെ കായ കണ്ട, ആ വള്ളിയുടെ കായ. അല്ല അതുകൊണ്ട് ആ കായ കണ്ട ആ കായ ഇതെന്താ ഇല ചുരുട്ടി വെച്ച ഒരു ഇല എടുത്ത് ചുരുട്ടി ഇല തുറന്ന് നോക്കട്ടെ എന്തോ സംഭവം. പുഴുക്കളാണ്. അതെ, എന്ത് പുഴുക്കളാണ് നോക്കാം എന്തായിരിക്കും എന്നാ. അതെ അത് പുഴുക്കളാണ്. ചിലപ്പോൾ ഏതെങ്കിലും ബട്ടർഫ്ലൈയുടെ ആയിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓരോ ബട്ടർഫ്ലൈക്ക് ഓരോ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് അഴിച്ചു നോക്കിയതാ എന്താണെന്ന് നോക്കിയതാ. അത് ഓരോ ബട്ടർഫ്ലൈക്കും അതിൻ്റെ ഫുഡ് പ്ലാന്റ് ഉണ്ട്. ആ ഫുഡ് പ്ലാന്റിലായിരിക്കും അത് മുട്ടയിടുന്നത്. ഏറ്റവും വലിയ രസകരം, ചില ബട്ടർഫ്ലൈ ചിലപ്പോൾ ഉണങ്ങിയ കമ്പെന്ന് നമ്മൾ വിചാരിക്കും, അതിൻ്റെ അറ്റത്തും അത് മുട്ടയിടും. പക്ഷേ ആ ബട്ടർഫ്ലൈ അത് വിരിഞ്ഞ് പുഴുവാകുമ്പോഴേക്കും അവിടെ ഇല വന്നിരിക്കും. അപ്പോൾ പ്രകൃതിയുമായിട്ട് ഓരോ ജീവിക്ക് എത്രമാത്രം ബന്ധമുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്കെന്തറിയാം യഥാർത്ഥത്തിൽ? പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്നവർക്ക് പ്രകൃതിയുടെ ഓരോ മൂവ്മെൻറ്റുകളും ഓരോ സ്പന്ദനങ്ങളും അറിയാൻ പറ്റും. നമുക്ക് യഥാർത്ഥത്തിൽ ഓരോ ഋതുക്കളെ പറ്റി പോലും നല്ല ബോധമില്ല. പക്ഷേ പണ്ടുള്ളവർക്ക് അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഓരോ ഞാറ്റുകാലം അവർക്കറിയാമായിരുന്നു. അതനുസരിച്ച് കൃഷി ചെയ്യുകയും മറ്റും ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഇന്നിപ്പോൾ കൃഷിയെ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ മൂല്യങ്ങളെ, പ്രകൃതിയുടെ സംഭാവനകളെ നമ്മൾ വിസ്മരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിലെങ്കിൽ നമ്മൾ അഴോട്ടിറങ്ങിപ്പോണം. കുറച്ച് പ്രയാസം പ്രായമുള്ളവർക്കൊക്കെ ഇവിടെ എത്തിച്ചേരാൻ കുറേ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ചെറുപ്പക്കാർക്കൊന്നും പ്രയാസമില്ല. ഇനി നമ്മൾ കുറേ കൂടി താഴേക്ക് ഈ വഴി കുറേ കൂടി ഇറങ്ങിപ്പോയാൽ, ഈ റബ്ബർ തോട്ടത്തിൽ നമ്മൾ കുറേ കൂടി ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ മെയിൻ റോഡിലെത്താം. അപ്പോൾ ഈ പ്രകൃതി മനോഹരമായ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതുപോലുള്ള പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ നമ്മൾ കാണിക്കും. നിങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.